സെക്കൻഡ് ചാപ്റ്ററായ സൊല്യൂഷനിലേക്ക് കടക്കാം. എന്താണ് സൊല്യൂഷൻ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ ഓർക്കുക, ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻസ് സാധാരണ പറയാറുള്ളത്. എന്നാൽ എന്താണ് ആ വേർഡിൻ്റെ മീനിങ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനിങ് ഉള്ള ഒരു വേർഡാണ്. അതായത് നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ കാണുന്ന ഒരുപാട് മിക്സ്ചേഴ്സ് സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ മിക്സ്ചേഴ്സ് എന്ന് നമുക്ക് കണക്കാക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ഡെയിലി നമ്മുടെ ഡേ ടു ഡേ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ മിക്സ്ചർ, അല്ലെങ്കിൽ എയർ ഈസ് എൻ എക്സാമ്പിൾ ഫോർ സൊല്യൂഷൻ. നമുക്കറിയാം എയർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എയർ എന്ന് പറയുന്നത് പല ഗേഷ്യസ് സബ്സ്റ്റൻസിൻ്റെയും ഒരു മിക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ എയറിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു സൊല്യൂഷനായി കണക്കാക്കാം. അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പെർഫ്യൂംസ്, ആൻറ്റി പെർസ്പിറൻസ്, അതായത് റൂം സ്പ്രേസ്, എയർ, ഇവയെല്ലാം സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന അലോയ്സ്, എന്താണ് അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും മിക്സ്ചർ. ഈ അലോയ്സും ഒരു ടൈപ്പ് സൊല്യൂഷൻസിന് എക്സാമ്പിൾസ് ആണ്. ഉദാഹരണമായിട്ട് സ്റ്റീല്, ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും ഒരു അലോയാണ്. ബ്രോൺസ് കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും ഒരു അലോയാണ്. ജർമ്മൻ സിൽവർ കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും നിക്കലിൻ്റെയും ഒരു അലോയാണ്. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്യുവർ സബ്സ്റ്റൻസസ് മിക്സ്ചർ ആയി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മളൊരു സൊല്യൂഷൻ എന്ന് കോമൺ ആയി നമ്മൾ പറയുന്നത്. ഒരു സൊല്യൂഷൻ എപ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസിലെത്തുന്നത്? ഒരു സൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത് അവയുടെ കോമ്പോസിഷനും അതിൻ്റെ യൂസിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഒരു സൊല്യൂഷൻ്റെ ഉപയോഗവും ഇമ്പോർട്ടൻസും അതിൻ്റെ കോമ്പോസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. അതായത് ഉദാഹരണമായി നമ്മുടെ ബോഡി ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡ്സിനെ കൺസിഡർ ചെയ്യാം. ബോഡി ഫ്ലൂയിഡിനെ ഒരു കോംപ്ലക്സ് ലിക്വിഡായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. കാരണം അത് ഒരു മിക്സ്ചറാണ്. ഒരുപാട് കമ്പോണൻസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്. ബോഡി ഫ്ലൂയിഡിൽ പ്രധാനമായിട്ടും ഇലക്ട്രോലൈറ്റ്സ്, സോഡിയം, പൊട്ടാസ്യം, ക്ലോറിൻ അയോൺസ് എല്ലാമുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. ഷുഗർ നമുക്കറിയാം, C12H22O11 എന്ന കെമിക്കൽ കോമ്പോസിഷനുള്ള ഷുഗർ. യൂറിയ, നൈട്രജൻ്റെയും ഹൈഡ്രജൻ്റെയും ഒരു മിക്സറായിട്ടുള്ള യൂറിയ, കെമിക്കലി NH2CONH2 എന്ന് പറയുന്ന കോമ്പൗണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ്, ഇവയെല്ലാം ചേർന്നതാണ് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്. അതുകൊണ്ട് തന്നെ ബോഡി ഫ്ലൂയിഡ്സും ഒരു സൊല്യൂഷന് എക്സാമ്പിളാണ്. അപ്പോൾ സൊല്യൂഷൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചറാണ്, പ്യുവർ സബ്സ്റ്റൻസ് ജോയിൻ ചെയ്ത ഒരു മിക്സ്ചറാണ്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിൻ്റെ കുറച്ച് ഡേ ടു ഡേ ലൈഫ് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് അയോണുകളുടെ കണ്ടൻറ് ഉണ്ട്. ഈ ഫ്ലൂറൈഡ് അയോണിൻ്റെ കണ്ടൻറ്റ് 1 ppm താഴെയാണെങ്കിൽ, ppm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് കോൺസെൻട്രേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ppm അഥവാ പാർട്സ് പെർ മില്യൺ. 1 parts per million ഫ്ലൂറൈഡ് അയോൺ 1 parts per millionനേക്കാളും കുറവാണെങ്കിൽ അത് നമ്മുടെ ടൂത്ത് ഡീക്കേനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ ഫ്ലൂറൈഡ് അയോണുകളുടെ കോൺസെൻട്രേഷൻ 1.5 ppm എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്ത് ഡീക്കേക്ക് അത് കാരണമാകുന്നു. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് കോസസ് മോട്ട്ലിംഗ് ഓഫ് ടൂത്ത്. എന്താണ് മോട്ട്ലിംഗ്? മോട്ട്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകളിൽ കറുത്ത കുത്തുകൾ വന്നിട്ട് ടൂത്ത് ഡീക്കേ ആവാൻ തുടങ്ങുന്നു. അതിനാണ് മോട്ട്ലിംഗ് ഓഫ് ടൂത്ത് എന്ന് പറയാം. 1.5 ppmനേക്കാളും കൂടുതൽ ഫ്ലൂറൈഡ് അയോൺസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ടൂത്ത് പതുക്കെ ഡീക്കേ ആവാനായിട്ട് തുടങ്ങും. എന്നാൽ ഇത്തരം ഫ്ലൂറൈഡ് അയോൺസ് ഹൈ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിലോ, എബവ് 4 ppm, എബവ് 4 parts per million ഉണ്ടെങ്കിൽ അത് പോയ്സണസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അത് നമ്മുടെ ശരീരത്തിന് ടോക്സിക് ആയി ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ സബ്സ്റ്റൻസിലും ഓരോ കമ്പോണൻസിൻ്റെ കോൺസെൻട്രേഷൻ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇത്തരത്തിൽ ഫ്ലൂറൈഡ് അയോണുകൾ ഉള്ള ഒരു കോമ്പൗണ്ടാണ് സോഡിയം ഫ്ലൂറൈഡ്. സോഡിയം ഫ്ലൂറൈഡിൽ ഫ്ലൂറൈഡ് അയോണിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്.
അതുകൊണ്ട് തന്നെ സോഡിയം ഫ്ലൂറൈഡ് ഈസ് യൂസ്ഡ് ആസ് എ റാറ്റ് പോയ്സൺ. എലിവിഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടാണ് സോഡിയം ഫ്ലൂറൈഡ്. സൊല്യൂഷന് മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായി ഹോസ്പിറ്റൽസിൽ ചെന്ന് ഇഞ്ചക്ഷൻസ് എടുക്കാറുണ്ട്. ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇഞ്ചക്ഷൻ മെഡിസിൻസ് എപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഇഞ്ചക്ഷൻ മെഡിസിൻസ് സലൈൻ സൊല്യൂഷനുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അത് ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ്. അതായത് ഇഞ്ചക്ഷൻ മെഡിസിൻസ് സലൈൻ സൊല്യൂഷൻസുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ സലൈൻ സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്മയുമായി റിലേറ്റ് ചെയ്തൊരു കോൺസെൻട്രേഷൻ ആയിരിക്കും. അതാണ് മറ്റൊരു ഉദാഹരണം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മൾ അറിയാതെ പോകുന്ന ഉദാഹരണമാണ് ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ് ആർ ഓൾവേസ് ഡിസോൾവ്ഡ് ഇൻ നോർമൽ സലൈൻ സൊല്യൂഷൻസ്. ഇവയെല്ലാം നമ്മുടെ ഡെയിലി ലൈഫിൽ സൊല്യൂഷൻസിനുള്ള എക്സാമ്പിൾസാണ്. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളൊരു സൊല്യൂഷനെ ഡിഫൈൻ ചെയ്യുക എന്നൊന്ന് നോക്കാം. എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more chemically non-reacting substances whose composition can be varied within certain limits. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൊല്യൂഷൻ എന്നാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more കെമിക്കലി നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസസ്. 2 or അതിലധികമോ കെമിക്കലി നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 2 or അതിലധികമോ സബ്സ്റ്റൻസസിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ എമൗണ്ട് വ്യത്യാസപ്പെട്ടിരിക്കാം. എന്താണ് ഈ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പ്രോപ്പർട്ടീസും കോമ്പോസിഷനും കംപ്ലീറ്റ്ലി യൂണിഫോം ആയിരിക്കും. Property and composition is uniformly throughout. That kind of substances we will call it as homogeneous mixtures. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിലേക്ക് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നു. ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ്, കെയിൻ ഷുഗർ നമ്മൾ ആഡ് ചെയ്യുന്നു. നന്നായി ഇതിനെ മിക്സ് ചെയ്ത് സ്റ്റിർ ചെയ്ത് ഒരു സൊല്യൂഷനാക്കി മാറ്റുന്നു. നമുക്കറിയാം അതിൽ ഷുഗർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ സൊല്യൂഷൻ. ഈ സൊല്യൂഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ നമ്മളെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷനിലെ എല്ലാ പോർഷനിലും സെയിം മധുരമാണെങ്കിൽ നമ്മളതിനെ പറയുന്ന പേര് ഹോമോജീനിയസ് സൊല്യൂഷൻ എന്നാണ്. അതായത് ആ സൊല്യൂഷൻ്റെ മുകളിലത്തെ പോർഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് കുടിച്ചാലും താഴത്തെ പോർഷനിൽ നിന്ന് ഒരു ഡ്രോപ്പ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മധുരം സെയിം ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷൻ എപ്പോഴും ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കണം. 2 or അതിലധികമോ നോൺ റിയാക്ടിങ് സബ്സ്റ്റൻസസ് ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചറിനെയാണ് നമ്മൾ സാധാരണയായി സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻസിന് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്കിവിടെ കാണാൻ കഴിയും, ഒരു ഫിഗർ കാണാൻ കഴിയും. ഈ ഒരു ഡയഗ്രാം എന്താണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്? ഇത് ഒരു മിക്സ്ചറാണ്. എന്തിൻ്റെയും എല്ലാം? സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മിക്സ്ചറാണ്. അപ്പോൾ സൊല്യൂട്ട് എന്താണ്, സോൾവെൻ്റ് എന്താണ് നമുക്കറിയണം. എന്താണ് സൊല്യൂട്ട്? ഒരു സൊല്യൂഷനിലെ ഏറ്റവും കുറവ് ആയി പ്രസൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. The component that present in smaller quantity is known as solute. അതായത് ഈ ഒരു ഡയഗ്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ബ്ലൂ കളറിലും റെഡ് കളറിലും പാർട്ടിക്കിൾസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ബ്ലൂ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസിന് നമ്പർ റെഡിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് വിളിക്കുന്നു? സൊല്യൂട്ട് എന്ന് വിളിക്കുന്നു. ദാറ്റ് ഈസ് ദ കമ്പോണൻറ്റ് ദാറ്റ് പ്രസൻറ്റ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റി. വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കമ്പോണൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സൊല്യൂട്ട് എന്ന്. ദ കമ്പോണൻറ്റ് ദാറ്റ് പ്രസൻറ്റ് ഇൻ ലാർജർ ക്വാണ്ടിറ്റി ഈസ് നോൺ ആസ് സോൾവെൻറ്റ്. ഏത് കമ്പോണൻ്റ് ആണോ ഒരു മിക്സ്ചറിൽ കൂടുതലായിട്ടുള്ളത് അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോൾവെൻറ്റ് എന്ന്. ഈ ഒരു ഡയഗ്രാമിൽ നമുക്ക് കാണാം, റെഡ് കളർ മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് ആണ് കൂടുതൽ നമ്പർ.
അതുകൊണ്ട് തന്നെ അവയെ നമ്മൾ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നു. ഇങ്ങനെ സൊല്യൂട്ടും സോൾവെൻറ്റും ജോയിൻ ചെയ്തുണ്ടാകുന്ന ഒരു മിക്സ്ചറിനെയാണ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. എപ്പോഴും ഒരു സൊല്യൂഷൻ ഏത് രൂപത്തിലാണ്, ഏത് ഫിസിക്കൽ സ്റ്റേറ്റിലാണ് നമുക്ക് കാണാൻ കഴിയുക? ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് എ സൊല്യൂഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഏതാണോ അതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്. So please note, the solution has the same physical state as the solvent. നമ്മൾ കണ്ടു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഒരു മിക്സറാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ് ബൈനറി സൊല്യൂഷൻ. എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്നിങ് ഓൺലി വൺ സൊല്യൂട്ട് ഇൻ എ സോൾവെൻറ്റ് ഈസ് കോൾഡ് എ ബൈനറി സൊല്യൂഷൻ. ഒരു സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂട്ട് മാത്രം ആഡ് ചെയ്ത് ഉണ്ടാക്കുന്ന സൊല്യൂഷൻസിനെയാണ് ബൈനറി സൊല്യൂഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിലേക്ക് ഒരു സ്പൂൺ ഷുഗർ ആഡ് ചെയ്തു. നമുക്കറിയാം ഷുഗർ എന്ന് പറയുന്നത് സൊല്യൂട്ടാണ്, വാട്ടർ ഈസ് സോൾവെൻറ്റ്. അത്തരം ഒരു മിക്സ്ചർ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ബൈനറി സൊല്യൂഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായും പഠിക്കുന്നത് ഇത്തരത്തിലുള്ള ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ്.